ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗാന്ധി ജയന്തിക്കുള്ളൊരു കളറിങ് ആണ് കേട്ടോ. ഞാൻ ഷെയ്ഡിങ്ങും ഗാന്ധിജിയുടെ ഫേസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറിങ് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വാട്ടർ കളർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്കെച്ച്, പെൻസിൽ, അങ്ങനെ എല്ലാ വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വാട്ടർ കളറിൽ ഇല്ലാത്ത കളർ ചിലപ്പോൾ പെൻസിലുണ്ടാവും, അല്ലെങ്കിൽ സ്കെച്ചിലുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ തല തിരിച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്, അത് പിന്നീടാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഫേസ് ചെയ്യുന്നത് ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരത് കാണാം. അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗാന്ധിജിയുടെ ഫേസ് സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളതെല്ലാവരും ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തല തിരിച്ചെങ്കിൽ കൂടി നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് ഡ്രോയിങ് ക്ലാസ് ഡേ 1 മുതലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിൻറ്റിങ്, പിന്നെ പെൻസിൽ കളർ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതേപോലെ തന്നെ ക്രാഫ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും പ്ലേലിസ്റ്റാക്കി വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഒന്നുകിൽ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് ആക്കിയിട്ട് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ 2 ടൈപ്പ് പിള്ളേർ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നവരും ബിഗിനേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇടുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് നോക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വാട്ടർ കളറാണ് നമ്മുടെ ഗാന്ധിജിയെ കളറിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ബ്രൗൺ കളറാണ് വാട്ടർ കളറിൽ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ബേൺസീന എന്ന് പറയും, അത് ബ്രൗൺ ആണ്. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കളറിങ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ മാസ്കിംഗ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പിക്ചർ ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതൊന്ന് കറക്റ്റായിട്ട് അവിടെ ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. അതെല്ലാം വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളറിങ് കഴിഞ്ഞ് അത് എന്താ പറയുക, അത് റിമൂവ് ചെയ്യുമ്പോഴേ അവിടെ ഇങ്ങനെ നല്ല ഒരു വൈറ്റ് ഇങ്ങനെ കിടക്കും, നല്ലൊരു വൃത്തിക്ക്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡ്രോയിങ് ബുക്കിലായിരിക്കുമല്ലോ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ മാർജിൻ ചെയ്തിട്ടൊക്കെ വരക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ ബ്രൗൺ ആണ് കൊടുക്കുന്നത് കേട്ടോ. ലൈറ്റായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ലൈറ്റായിട്ടാണ് ബ്രൗണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഡ്രൈ ആയി വരുമ്പോഴേ ഈ ഒരു കളറിങ്ങൊക്കെ ലൈറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ടോൺ ഇട്ടിട്ട് വേണം ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഗാന്ധിജിയുടെ കണ്ണടയുടെ കാല് വരക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പേന വെച്ചിട്ടാണ് വരക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് കളർ ഉണ്ടാക്കാം. അത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ കളേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. യെല്ലോ റെഡും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്ലാസ്സിൻ്റെ ലാസ്റ്റിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആരൊക്കെയാണ് കറക്റ്റായിട്ട് ആൻസർ പറയുന്നതെന്നുള്ളത് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഗ്രീനാണ് ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് ഡാർക്ക് ഗ്രീന് വേണ്ട. അതായത് ഒരു എന്താ പറയുക, പുല്ലിൻ്റെയൊക്കെ ഗ്രാസിൻ്റെയൊക്കെ കളർ കിട്ടുന്ന രീതിയിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് ഗ്രീനിലേക്ക് ഒരിത്തിരി യെല്ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്ത് കളേഴ്സാണ് മിക്സ് ചെയ്യുക? ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീന് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി കളേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡേ 7 ആണെന്ന് തോന്നുന്നു ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഫസ്റ്റിൽ ക്ലാസ് മുതലേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നുള്ള ഒരു സബ്ജക്റ്റ് പ്ലേലിസ്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ക്ലാസ് ഓരോ ദിവസം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തായാലും ഷുവറാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ കുറച്ച് എന്താ പറയുക ബേർഡ്സൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മുകളിലൂടെ എന്താ പറയുക ട്രീ ബ്രാഞ്ചസൊക്കെ ചെയ്യാണ് കേട്ടോ. അതിങ്ങനെ ഡാർക്കാക്കിയിട്ട് ചെയ്യാണ്. കാരണം അത് ബേർഡ്സ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കത് അത്ര പെർഫെക്റ്റായിട്ട് തോന്നാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. കുറച്ചുകൂടി പെർഫെക്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി ഞാനിതിന്മേൽ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് വാട്ടർ കളറില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ചെയ്യാതിരിക്കണ്ട. ഒന്നുകിൽ പെൻസിൽ കളർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രയോൺസ്, അതല്ലെങ്കിൽ ഓയിൽ പേസ്റ്റിൽ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ചെറിയ കുട്ടികൾക്ക് നല്ല കളർ സെൻസ് ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്രാഫ്റ്റ് ഡ്രോയിങ് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാനത് ഇനി വരുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. എപ്പോഴും ഉൾപ്പെടുത്തണം എന്ന് കരുതും. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരുപാട് വർക്കുകൾ കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്കുകൾ ഇതുപോലെ ട്രേഡ് പിക്ചേഴ്സായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരും കേട്ടോ. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് അയച്ചു തന്നാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ അയച്ചു തരാം കേട്ടോ. ഷംല മഞ്ചേരി എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ അതിലേക്ക് അയച്ചു തന്നാൽ മതി.